പ്രൊഫസർ ടി ജെ ജോസഫ് സാറിൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന ഗ്രന്ഥം ഞാനിവിടെ വിശകലനത്തിന് എടുക്കുകയാണ്. ജോസഫ് സാറിന് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ജോസഫ് സാർ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ഭാഷാധ്യാപകനായിരുന്ന ജോസഫ് സാർ തയ്യാറാക്കിയ വിവാദ ചോദ്യപേപ്പർ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തെ പിടിച്ചു വലിച്ച ഒന്നാണ്. പക്ഷെ ജോസഫ് സാർ പറഞ്ഞ വാദഗതികളിൽ നമുക്ക് അതായത് ഇവിടെ സമൂഹത്തിൽ ചില വിഭാഗങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഒരു വായനക്കാരൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്തെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ജോസഫ് സാർ തൻ്റെ ഈ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് ജോസഫ് സാറിന് ലോകത്തോട് പലതും പറയാനുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാകാം അങ്ങേരെ ഒരു ആത്മഹത്യ രചിച്ചിട്ടുണ്ട്. അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പേരിൽ ഈ ആത്മഹത്യ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ ആത്മഹത്യ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ ശരി തെറ്റുകളിലേക്ക് എല്ലാ ഭാഗവും അംഗീകരിക്കാൻ ഒരു വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആ ജോസഫ് സാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വസ്തുത അതിലെ ശരി തെറ്റുകൾ ഒന്ന് വിശകലനം ചെയ്യണം എന്ന ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രശസ്ത ഭാഗങ്ങൾ അതിൻ്റെ മുഖ്യമായും ജോസഫ് സാർ ഉദ്ദേശിക്കുന്നത് ചോദ്യപേപ്പർ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ലോകത്തെ അറിയിക്കുക എന്നുള്ളതാകണം. ഈ പുസ്തകത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ എഴുതി ക്രോഡീകരിച്ചിട്ടുണ്ട്. ഈ ക്രോഡീകരിച്ച ഈ ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് വിശകലനം ചെയ്ത് പോകും. വിശകലനം ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തയ്യാറാവുകയാണ്. ഈ ഗ്രന്ഥത്തെ വേണമെങ്കിൽ അത് ടി എ ജോസഫ് സാറിൻ്റെ ആത്മകഥ അറ്റുപോകാത്ത ഓർമ്മകൾ ഇവിടെ ചർച്ചയ്ക്കും മന്നത്തിനും വിധേയമാക്കുകയാണ്. ഈ ഗ്രന്ഥത്തെ വേണമെങ്കിൽ 2 ഭാഗങ്ങളായി കണക്കാക്കാം. ഒന്ന് തൻ്റെ അധ്യാപന കാലവും ആ കാലഘട്ടത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങളും, 2 തൻ്റെ വിദ്യാഭ്യാസ കാലവും കുടുംബജീവിതവും. അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന ഈ പുസ്തകം വിമർശനത്തിന് എടുക്കുമ്പോൾ ഇതൊരു കുറ്റവിചാരണയായി ആരും കണക്കാക്കരുത്. നിങ്ങളിൽ പലരും ഈ ഗ്രന്ഥം വായിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. എൻ്റെ അറിവും മനോധർമ്മവും അനുസരിച്ചാണ് ഞാൻ ഈ പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നത്. വിയോജിപ്പുള്ളവരും വ്യത്യസ്ത അഭിപ്രായക്കാരും ഉണ്ടാകും. ഞാൻ മുഖ്യമായി ഉദ്ദേശിക്കുന്നത് ജോസഫ് സാർ ഈ പുസ്തകത്തിലൂടെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കുമുള്ള ഒരു മറുപടിയാണ്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രസക്തി അതാണെന്ന് എനിക്ക് തോന്നുന്നു. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ഭാഷാധ്യാപകനായിരുന്ന ജോസഫ് സാർ തയ്യാറാക്കിയ വിവാദ ചോദ്യപേപ്പറും അതിനെ തുടർന്നുണ്ടായ ദാരുണ സംഭവങ്ങളും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് ഒച്ചപ്പാടിന് വഴിവെച്ച ഒന്നാണ്. ഇത്തരമൊരു ചോദ്യപേപ്പർ തയ്യാറാക്കാൻ ജോസഫ് സാറിനെ പ്രേരിപ്പിച്ച ഘടകമുണ്ട്. സാറിനെ സംബന്ധിച്ച് ഇത് ഒരു സാഹിത്യ അധ്യാപകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം മാത്രമാണ്. വിവാദ ചോദ്യത്തിലേക്ക് കടക്കും മുമ്പ് ഇവിടെ 1-2 കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ജോസഫ് സാർ മതങ്ങളോടും ഈശ്വര സങ്കല്പങ്ങളോടും നീരസം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു. ആത്മകഥയിലുടനീളം താൻ മതങ്ങളെയും മതസങ്കല്പങ്ങളെയും ബഹുമാനിക്കുന്ന ആളായിട്ടാണ് അങ്ങനെ അവകാശപ്പെടുന്നത്. പക്ഷേ ജോസഫ് സാർ മതഭീകരരുടെ ആക്രമണത്തിന് വിധേയനായി മരണാസന്നനായി കിടക്കുമ്പോൾ തൻ്റെ വീട്ടിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തിയായി പറയുന്നുണ്ട്. ഇവിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും മറുപടിയായി തൻ്റെ ഭാര്യ സലോമി പറഞ്ഞൊരു കാര്യം ജോസഫ് സാർ അഭിമാനത്തോടെ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. തൻ്റെ ഭർത്താവ് അതായത് മതമില്ലാത്ത ഒരു ലോകത്തായിരുന്നു ഞാൻ ജനിച്ചിരുന്നത് എങ്കിൽ എത്ര നന്നായിരുന്നു അത്രേ. തൻ്റെ ഭർത്താവ് ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് അറിയുമ്പോൾ ഒരു ഭാര്യയിൽ ഉണ്ടാകുന്ന ഒരു വൈകാരിക പ്രതികരണമായിട്ടല്ല ജോസഫ് സാർ ഇതിനെ കാണുന്നത്.